ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബാങ്ക് ഇടപാടുകാരുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ചെറുകിട സംരംഭകർക്ക് കൈത്താങ്ങാകുവാനും ലക്ഷ്യമിട്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയുന്നതിനും ബാങ്കുകളുടെ വായ്പാ തിരിച്ചടവ് രീതിയിലുള്ള സുതാര്യത ഉറപ്പാക്കുവാനും കടുത്ത നിയന്ത്രണങ്ങളാണ് പുതിയ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയില്ലെങ്കിലും ഉപഭോക്തൃ സേവന മേഖലയിൽ വൻ അഴിച്ചുപണിക്കാണ് RBI ഇപ്പോൾ തുടക്കമിടുന്നത്. ഡിജിറ്റൽ ഇടപാടുകളിൽ തന്നെ തട്ടിപ്പിനിരയാകുന്ന സാധാരണക്കാർക്ക് ആശ്വാസമാണ് ഈ പ്രഖ്യാപനങ്ങൾ. ചെറിയ തുകയുടെ തട്ടിപ്പിന് 25,000 രൂപ വരെ നഷ്ടപരിഹാരം നൽകാനുള്ള ഒരു പുതിയ സംവിധാനം ഉടൻ നിലവിൽ വരും. അതോടൊപ്പം ബാങ്കുകളുടെ വായ്പാ പിരിവ് രീതികളിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. റിക്കവറി ഏജന്റുമാരുടെ അതിക്രമങ്ങൾ തടയാനായിട്ട് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിനോടൊപ്പം വായ്പകൾ നൽകുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന രീതിക്കും കടുത്ത നിയന്ത്രണങ്ങൾ വരും. ഇതിനു പുറമെ ചെറുകിട സംരംഭങ്ങൾക്ക് ഈടുരഹിത വായ്പാ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2026 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരുന്ന ഈ പരിഷ്കാരം മുദ്രാ ലോൺ വായ്പകൾ എന്നിവക്കും ബാധകമാണ്. അതുപോലെ വായ്പ തിരിച്ചടക്കാത്തവരെ ഭീഷണിപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന രീതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കുകളുടെ കടുത്ത വീണ്ടെടുക്കൽ നടപടികൾ ഭയന്ന് നിരവധി പേർ ജീവനൊടുക്കിയെന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ബാങ്കിന്റെ ഇടപെടൽ. വായ്പ തിരിച്ചുപിടിക്കുന്നതിനായി ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കേണ്ട നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്ന കരട് മാർഗനിർദ്ദേശം RBI ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. മാർഗനിർദ്ദേശം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കരട് നിർദ്ദേശങ്ങൾ പ്രകാരം ഉപഭോക്താക്കളുടെ പരാതികൾ ആദ്യം പരിഹരിച്ചതിന് ശേഷമേ വീണ്ടെടുക്കൽ നടപടികൾ ആരംഭിക്കുകയുള്ളൂ. വായ്പ തിരിച്ചടക്കാൻ കഴിയാത്തതിനുള്ള കാരണങ്ങൾ ബാങ്കുകൾ മനസ്സിലാക്കുകയും ആവശ്യമായാൽ ആശ്വാസ നടപടികൾ പരിഗണിക്കുകയും വേണം. വായ്പ വീണ്ടെടുക്കൽ ചുമതലപ്പെടുത്തിയ റിക്കവറി ഏജന്റിന്റെ വിവരങ്ങൾ ഉപഭോക്താവിനെ മുൻകൂട്ടി അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തൽ, അധിക്ഷേപം, അപമാനകരമായ സന്ദേശങ്ങൾ എന്നിവയ്ക്ക് വ്യക്തമായ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഫോൺ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ വഴിയുള്ള അനുചിതമായ ബന്ധപ്പെടലുകൾ അനുവദനീയമല്ല. വായ്പ എടുത്തവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരെ ഉപദ്രവിക്കരുതെന്നും കരട് രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. വായ്പ തിരിച്ചടക്കാത്തവരെ ബന്ധപ്പെടാനുള്ള സമയക്രമവും RBI നിശ്ചയിച്ചിട്ടുണ്ട്. പുതിയ മാർഗനിർദ്ദേശപ്രകാരം രാവിലെ 8 മുതൽ വൈകുന്നേരം 7 വരെ മാത്രമേ ബാങ്കുകൾക്കും ഏജന്റുമാർക്കും ബന്ധപ്പെടാൻ പാടുള്ളൂ. കടം വാങ്ങിയവരും ഗ്യാരണ്ടിയായി നിന്നവരും ഒഴികെ മറ്റാരെയും സമീപിക്കാൻ അനുവാദമില്ല. മരണം, വിവാഹം തുടങ്ങിയ കുടുംബചടങ്ങുകളുള്ള വീടുകളിൽ വീണ്ടെടുക്കൽ നടപടികൾക്കായി എത്തുന്നത് ഒഴിവാക്കണം. ചില സാഹചര്യങ്ങളിൽ നേരിൽ കാണാൻ താൽപ്പര്യമില്ലെന്ന് ഉപഭോക്താവ് അറിയിച്ചാൽ അത് മാനിക്കണമെന്നും RBI വ്യക്തമാക്കി. ബാങ്കിംഗ് മേഖലയിൽ ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിന് ഈ മാർഗനിർദ്ദേശങ്ങൾ നിർണായകമായ ചുവടുവെപ്പായി വിലയിരുത്തപ്പെടുന്നു. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.